ഇന്നത്തെ വീഡിയോയിൽ വേമ്പനാട്ട് കായലിനെ കുറിച്ച് പറയണം. വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. ഏത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, ആലപ്പുഴ എന്നീ 3 ജില്ലകളിലായിട്ട് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കും. കോട്ടയം, ആലപ്പുഴ, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ട് വേമ്പനാട്ട് കായൽ എന്ത് ചെയ്യുന്നു? വ്യാപിച്ചു കിടക്കും. വേമ്പനാട്ട് കായൽ കോട്ടയം ജില്ലയിൽ കുമരകം കായൽ എന്നറിയപ്പെടുന്നു. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കായൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കുമരകം കായൽ എന്നറിയപ്പെടുന്നു. വേമ്പനാട്ട് കായൽ കോട്ടയം ജില്ലയിൽ കുമരകം കായൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പാതിരാമണൽ ദ്വീപ്, തണ്ണീർമുക്കം ബണ്ട് എന്നിവ എവിടെ സ്ഥിതി ചെയ്യുന്നു? പാതിരാമണൽ ദ്വീപും തണ്ണീർമുക്കം ബണ്ടും എവിടെയാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ അതുപോലെ തന്നെ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച നടത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൻ്റെ ശാഖയായ പുന്നമടക്കായലിലാണ്. വേമ്പനാട്ട് കായലിൻ്റെ ശാഖയായ പുന്നമടക്കായലിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളി ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, കിങ് എമംഗ് ദി വാട്ടർ ഫെസ്റ്റിവൽ. കിങ് എമംഗ് ദി വാട്ടർ ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ കായലുകളാണ് ഏതൊക്കെയാ? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ. വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണ്? അഷ്ടമുടിക്കായലാണ്. ഏതാണ്? അഷ്ടമുടിക്കായലാണ്. അതുപോലെ തന്നെ പെരുമൺ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് പെരുമൺ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.